വളരെ നല്ലത്, വളരെ നല്ലത്. പറയുകയാണെങ്കിൽ വല്ലാത്തൊരു സിനിമയായിപ്പോയി. സഹിച്ച് അവിടെ ഇരുന്നേ ഉള്ളൂ. കണ്ണ് നിറഞ്ഞു. പക്ഷേ സിനിമ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. ഇത്തരം കുടുംബ പ്രേക്ഷക സിനിമകൾ വേണം എടുക്കാൻ, എന്നാലേ എല്ലാവർക്കും കാണാനും വന്നിരുന്ന് പോകാനും ഒക്കെ പറ്റുള്ളൂ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. നല്ല അഭിനയം, സൂപ്പർ സിനിമ. അടിപൊളി, കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. കൊള്ളായിരുന്നു, നല്ല സിനിമ. നല്ലായിരുന്നു. സിനിമ കുഴപ്പമില്ല, അടിപൊളി പടം, നല്ല പടം. അടിപൊളിയായിരുന്നു. നല്ല പടം, നല്ല പടം. എമ്പുരാൻ കണ്ടില്ല, പക്ഷേ ഇത് നല്ല മൂവി. എമ്പുരാൻ്റെ റിവ്യൂ മോശമായിരുന്നു, പക്ഷേ നല്ല അഭിപ്രായമായിരുന്നു. നല്ല മോഹൻലാലിൻ്റെ ഒരു തിരിച്ചുവരവായിട്ട് കണക്കാക്കാം. എന്ന് പറയാം, മോഹൻലാലിൻ്റെ ഒരു തനതായ ആക്ടിങ് ഇതിലുണ്ട്, നാച്ചുറൽ ആക്ടിങ് ഇതിലുണ്ട്. വലിയ തോക്കും മറ്റേതൊന്നും ഇല്ലാതെയുള്ള നല്ലൊരു നാച്ചുറൽ ഒരു ബോൺ ആക്ടർ. നല്ല രീതി. അടിപൊളി പടമായിരുന്നു. നല്ല സിനിമ. നല്ല സിനിമ കൊണ്ട നന്നായി. അടിപൊളി, അടിപൊളി, അടിപൊളി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? മോഹൻലാലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ട? എന്താ എടുത്ത് പറയാനായിട്ട്? ഒന്നുമില്ല, അത് എല്ലാം കൊള്ളാം. വില്ലനും കിടില്ല. ഇഷ്ടപ്പെട്ടായിരുന്നു? സൂപ്പർ, കൊള്ളാം. മോഹൻലാലിൻ്റെ സിനിമ പഴയ ആ ഒരു രീതിയിൽ മോഹൻലാലും ശോഭനയും കൂടെ നന്നായിരുന്നു. പടം നന്നായിരുന്നു. ഫാമിലിയാണ്. മോഹൻലാൽ സൂപ്പറായിട്ട്. നല്ല ത്രില്ല്. ആ സിനിമ സൂപ്പർ. പക്ഷെ നമ്മളെ പോലെ ഉള്ളവർക്കൊന്നും അത്ര കണ്ടിരിക്കാനുള്ള മനക്കെട്ടിയില്ല. കുഴപ്പമില്ലായിരുന്നു. പൊളി പടം, കൊള്ളാം. മോഹൻലാലിൻ്റെ പഴയ അഭിനയം തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല പടം, നന്നായിരിക്കും. അടിപൊളി. രണ്ടുപേരും നല്ല അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു. മോഹൻലാൽ ഇസ് ബാക്ക്. അതുപോലെ ശോഭന മാം സൂപ്പറായിരുന്നു, നല്ലതാണ്. വില്ലൻ സൂപ്പർ, നല്ല സൂപ്പറായിട്ടുണ്ട്. എന്തോ അടിവെച്ചിക്കാൻ നല്ല രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സിനിമ. ലാലേട്ടനാണ് ശരിക്കും ഇതിനകത്ത്. ഹീസ് ബാക്ക്. അതാണ്. ഹാപ്പിയാണ്. വളരെ നല്ല, വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല മോഹൻലാൽ, നല്ല സിനിമ. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം. തരുൺ മൂർത്തി അടിപൊളി പടം. നല്ല സിനിമയായിരുന്നു. കുറേ വർഷത്തിന് ശേഷം ഒരു സിനിമ കാണുകയാണ്. ഹാപ്പിയാണ്. തുടരും സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, എല്ലാവരും പറഞ്ഞു മോഹൻലാലിന് അഭിനയം അറിഞ്ഞൂടാ, മോഹൻലാലിന് അഭിനയം പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ പഠിപ്പിക്കാൻ തുടങ്ങണ എല്ലാ സാറുമാർക്കും ചവിട്ടി അണ്ണാക്കിൽ കൊടുത്ത മറുപടിയാണ് ഈ സിനിമ. പറയുകയാണെങ്കിൽ എന്താണ്, മ്യൂസിക് ആണെങ്കിലും ശരി, സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഒക്കെ പക്കയാണ്. കാരണം ഒരു സീൻ പോലും നമുക്ക് വേണ്ടായിരുന്നു, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. തരുൺമൂർത്തി സിനിമകൾ നമുക്കറിയാം, അതിൽ കണ്ടൻറ്റ് കാണും. പിന്നെ പുള്ളി ഒരു മോഹൻലാൽ ഫാൻ ആയതുകൊണ്ട് എന്താണ്, പുള്ളി തരുൺമൂർത്തി എന്ന ഡയറക്ടർ മോഹൻലാലിനെ ഫാൻ ബോയ് ആയിട്ടും എന്നാൽ ആൾക്ക് കാണുമ്പോൾ റിയൽ ഒരു ഫാമിലി ഡ്രാമയായിട്ട് അങ്ങനെ തോന്നി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ നെഗറ്റീവ് പറയുന്നവന്മാർ ശരിക്കും ഒന്നെങ്കിൽ മലയാള സിനിമ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ സിനിമ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പോപ്കോൺ കാണാൻ വേണ്ടി കാണാൻ വേണ്ടി വന്ന ടീംസാണ്. അപ്പോൾ നിങ്ങളൊരു ആരുടെ ഫാനായാലും പ്രശ്നമില്ല, പക്ഷെ നല്ലൊരു സിനിമ, അത് മമ്മൂട്ടിയോ മോഹൻലാലോ ആരായാലും നിങ്ങളതൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല സിനിമ വരുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്, ആർട്ടിസ്റ്റിന് നല്ലതാണ്. എന്തുകൊണ്ടും നമുക്കെന്താണ്, എല്ലാവർക്കും മലയാളികൾ നല്ല സിനിമയാണ്, ഒരു നല്ല ഫാമിലി ഡ്രാമയാണ്. ഇതിനെ നശിപ്പിക്കരുതെന്നൊരു അപേക്ഷയുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. എടാ, നമ്മുടെ ചെറുവിരലും ചൂണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാവുന്നവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവും. കാരണം എമ്പുരാനെന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ഹോളിവുഡ് സ്റ്റൈലിൽ പുതുതായെടുത്ത സിനിമയാണ്. അപ്പം അതിൻ്റെ കണ്ടൻറ്റ് വേറെയാണ്, ആ തരത്തിൽ കാണണം. മലയാളികൾ മോഹൻലാലിനെ മുണ്ടെടുത്ത് കണ്ട് ശീലിച്ചത് കൊണ്ടാണ്. സോ അതുകൊണ്ട് എന്താണ്, എമ്പുരാനായിട്ട് കാണുക. തുടരും ഒരു ഫാമിലി ഡ്രാമയാണ്, എന്നാൽ ഫാൻസിനും ഫാമിലിക്കും പിടിച്ചിരുന്ന തരത്തിലുള്ള ഒരുപാട് മോഹൻലാൽ എന്ന ആക്ടറിനെ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്ത് പുള്ളിയുടെ എല്ലാ ഇമോഷൻസും തരുൺമൂർത്തി മോഹൻലാലിലെ നടനെ ഇങ്ങെടുത്തു. അപ്പോൾ അതുകൊണ്ട് അത് ആ രീതിക്കാണ്, രണ്ടായിട്ട് തന്നെ കാണാമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു തിയേറ്റർ വാച്ചാണ്, നല്ല മൂവിയാണ്. എൻ്റെ പൊന്നോ, എന്ത് പറയേ, ഞാൻ കാണാൻ കാത്തിരുന്ന എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ലാലേട്ടനെ കാണാൻ സാധിച്ചു. കാര്യം
അത്രമേൽ കിടും, ഒരു രക്ഷയില്ല, ഒരു വാക്ക് പോലും നെഗറ്റീവ് പറയില്ല. അത്രയ്ക്ക് നമ്മളിപ്പോൾ സാധാരണ ഒരു പടത്തിന് മിക്സഡ് റിവ്യൂസ് ഒക്കെ വരും, പക്ഷേ ഇതിനും ഒരു രക്ഷയില്ല. ഹെവി എന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ലാലേട്ടൻ എങ്ങനെയാണോ അത് ഫുള്ളും തരുൺ മൂർത്തി നമുക്ക് സിനിമയിൽ കാണിച്ചു. അസാധ്യമായ ചിത്രം, ഒരു രക്ഷയില്ല, കിട്ടില്ല. എമ്പുരാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എന്താണെന്ന് വെച്ചാൽ ഒരു വാണിജ്യ വിപണി കീഴടക്കിയ സിനിമയാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളത്തിൻ്റെ മോഹൻലാൽ നിറഞ്ഞാടിയ ഒരു സിനിമ, അത്രയും കിട്ടില്ല. തൂക്കിയെന്ന് വെച്ചാൽ ഡബിൾ തൂക്കി, കിട്ടില്ല. അടിപൊളി സിനിമ, മോഹൻലാൽ അടിപൊളി. ഇത് കാണാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. വില്ലൻ പിന്നല്ല, അത് നമ്മൾ വിചാരിച്ചിരിക്കാത്തൊരു വില്ലൻ. ആ സൂപ്പർ. മോഹൻലാൽ ഈ സിനിമയിലാണ് ഭയങ്കര ഒരു അച്ഛൻ റോളും സൂപ്പർ. പാട്ട് അടിപൊളി, എല്ലാം ഹാപ്പിയാണ്. പക്ഷെ നമുക്കൊരു വിഷമം വരും. മോഹൻലാൽ വിഷമിക്കുന്നത് ഇഷ്ടമല്ല. ആ കുറച്ച് ഓക്കെ.